മോൺസ്റ്റർ വേഴ്സ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഫാൻ ബേസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും അത്യാവശ്യം വമ്പൻ ഫാൻ ബേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ് മോൺസ്റ്റർ വേഴ്സ് എന്ന് പറയുന്നത്. ഗോഡ്സിലെയും കോങ്കോ ഒക്കെ അടങ്ങുന്ന ഒരുപാട് മോൺസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കാണുന്നുണ്ട്. ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലെ തന്നെ അടുത്ത പിക്ചറായിട്ടുള്ള ഗോഡ്സില്ല കോങ് ദ ന്യൂ എംപയർ എന്ന് പറയുന്ന ചിത്രം ഈ വർഷം 2024 റിലീസാവും. അപ്പോൾ എല്ലാ ആൾക്കാരും അതിനും വേണ്ടിയും കട്ട വെയിറ്റിംഗ് ആണ്. പക്ഷേ ഇതിനെല്ലാം ഇടയ്ക്കായിട്ട്, അതായത് ഈ വരാൻ പോകുന്ന ചിത്രത്തിനും ഈ കഴിഞ്ഞ ചിത്രങ്ങൾക്കൊക്കെ ഇടയിലായിട്ട് റീസെൻ്റ്ലി മോൺസ്റ്റർ വേഴ്സിൽ നിന്ന് ഒരു സീരീസ് വന്നിരുന്നു. ഈ സീരീസിൻ്റെ പേരാണ് മൊണാർക്ക് ദ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ്. മൊണാർക്ക് എന്ന പേര് നിങ്ങൾക്ക് ഇതിനു മുൻപ് മോൺസ്റ്റർ വേഴ്സിലെ മറ്റ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, പരിചിതമായിരിക്കും. ഈ ഒരു മൊണാർക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മോൺസ്റ്റർ വേഴ്സിലെ പല സിനിമകളിലും വന്നു പോയിട്ടുണ്ട്. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു റോള് വഹിച്ചിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് ഈ ഒരു മൊണാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മൊണാർക്കിൻ്റെ ഒറിജിൻ എന്താണ്, മൊണാർക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്താണ്, അവരുടെ മൊത്തത്തിലുള്ള സംഗതികൾ, അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവർ എന്തുകൊണ്ടാണ് വളരെ സീക്രട്ടീവായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത് എന്നൊക്കെയുള്ള രീതിക്ക് തുടങ്ങി വെക്കുന്ന ഒരു സീരീസാണ് ഈ ഒരു മൊണാർക്ക് ദ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പല ആളുകളും ഇതൊരു മോൺസ്റ്റർ വേഴ്സിലെ സീരീസ് ആയതുകൊണ്ട് തന്നെ വലിയ മോൺസ്റ്റർ ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും കാണുവാൻ ചെല്ലുന്നത്. പക്ഷേ അങ്ങനെ ഒരു സീരീസ് അല്ല മൊണാർക്ക് ദ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഇതിനകത്ത് മോൺസ്റ്റേഴ്സും കാര്യങ്ങളും, അതായത് നമ്മുടെ ഗോഡ്സില അടക്കമുള്ള പല മെഗാ മോൺസ്റ്റേഴ്സും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു മൊണാർക്ക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഒറിജിനും അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷൻ ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത്, അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തൊക്കെയായിരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സീരീസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ക്യാരക്ടേഴ്സിനാണ് ഈ ഒരു സീരീസ് കൂടുതലും വാല്യൂ കൊടുക്കുന്നത്. ഇതിൻ്റെ സ്റ്റോറിയിലേ നോക്കുവാണെങ്കിൽ പല കാലഘട്ടത്തിലായിട്ടാണ് ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി നടക്കുന്നത്. ഒന്ന് 1950s നടക്കുന്ന സ്റ്റോറിയാണ് പറയുന്നത്. മറ്റൊന്ന് നമ്മുടെ 2014 ഇറങ്ങിയ ഗോഡ്സില്ല മൂവിക്ക് ശേഷം നടക്കുന്ന സ്റ്റോറി, അതായത് 2015 നടക്കുന്ന ഒരു സ്റ്റോറിയാണ് രണ്ടാമത്തെ ടൈം ലൈൻ പറയുന്നത്. അങ്ങനെ പല ടൈം ലൈൻസിലായിട്ടാണ് ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി പോകുന്നത്. ഇതൊന്നും കൂടാണ്ട് 1980s അതായത് നമ്മുടെ കോങ്ക് സ്കൾ ഐലൻഡിൻ്റെ സ്റ്റോറി നടന്ന ടൈമിലൂടെയും ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി ലൈൻ പോകുന്നുണ്ട്. അങ്ങനെ പല പല ടൈമിലൂടെ ആയിട്ടാണ് ഈ ഒരു സീരീസിൻ്റെ കഥ ഇങ്ങനെ ചുറ്റിപ്പറ്റി പോകുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു സിംഗിൾ പോയിന്റ് വന്ന് ഇവർ കൂട്ടിമുട്ടിക്കുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു എൻ്റയർ ടൈം ലൈനും ഒരു പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു മൊണാർക്ക് ദ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഒരു ഗംഭീര സീരീസ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഈ ഒരു സീരീസിനെ ഒരുപാട് ഡൗൺ ആക്കുന്ന പോയിന്റ്സ് ഉണ്ട്. ഇപ്പം നോക്കുവാണെങ്കിൽ തന്നെ മൊണാർക്കിൻ്റെ ആദ്യത്തെ 3 എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ്. നമ്മളെ ത്രില്ലടിപ്പിച്ചിരുത്തി വരാൻ പോകുന്നത് എന്താണ്, ഈ ഒരു സീരീസ് ഒരു ഗംഭീര സീരീസ് ആയിട്ട് മാറും അല്ലെങ്കിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടാകും എന്നുള്ളൊരു രീതിക്കാണ് ഇതിൻ്റെ ആദ്യത്തെ 3 എപ്പിസോഡ്സ് തുടങ്ങി പോകുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് 4, 5, 6, 7 എപ്പിസോഡുകൾ വളരെ പതിഞ്ഞ താളത്തിൽ വളരെ സ്ലോ പേസ്ഡ് ആക്കി ചുമ്മാ കുറച്ച് ക്യാരക്ടർ ഇമോഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ട് സീരീസ് മൊണാർക്കെന്ന ആ ഒരു പേരിനോട് പോലും നീതി പുലർത്തുന്നില്ല എന്ന് നമ്മളെ പറയിപ്പിക്കുന്ന രീതിക്ക് ഡൗൺ ആവുന്നുണ്ട്. പക്ഷേ നേരെ മറിച്ച് 8, 9, 10 എപ്പിസോഡിലേക്ക് വരുമ്പോഴത്തേന് സീരീസ് വീണ്ടും ബാക്ക് ടു ട്രാക്കിലേക്ക് ആവുന്നുണ്ട്, വേറെ ലെവലായിട്ട് പോകുന്നു. 8, 9, 10 എപ്പിസോഡുകൾ വളരെ ഗംഭീരമായിട്ട് സീരീസിനെ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. എസ്പെഷ്യലി ഫിനാലെ ആ ഒരു 10ാമത്തെ എപ്പിസോഡ് വേറെ ലെവലായിരുന്നു. ഒരു ബിഗ് സംഭവത്തിന്, ഒരു വരാൻ പോകുന്ന മൂവീസിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഈ ഒരു മോൺസ്റ്റർ വേഴ്സിലെ തന്നെ പല സംഭവങ്ങളും ആയിക്കൊള്ളട്ടെ, അതിനൊക്കെ ഒരു വലിയ തുടക്കം കുറിക്കുന്ന ഒരു വലിയ സംഭവത്തിന് ഇവർ ഇതിനകത്തൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഹോളോ എർത്ത് പോലുള്ള പല കൺസെപ്റ്റ്സും കോങ്ക് വേഴ്സസ് ഗോഡ്സില്ല എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ കണ്ടിരുന്നെങ്കിൽ കൂടെ ഈ ഒരു സീരീസ് കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. മൊണാർക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അതിലോട്ട് എത്രമാത്രം ഇൻവോൾവ് ആണ്, അതുപോലെ തന്നെ ഈ ഒരു ഹോളോ എർത്തും നമ്മുടെ എർത്തും അങ്ങനെ മൊത്തത്തിൽ മോൺസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സയൻറ്റിഫിക് കാര്യങ്ങളൊക്കെ ഈ ഒരു സീരീസ് കൂടുതലും ചകഞ്ഞ് നിൽക്കുന്നുണ്ട്. അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മൊണാർക്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ ഒരു ഓർഗനൈസേഷൻ എത്രമാത്രം ഈ ഒരു മോൺസ്റ്റർ വേഴ്സിലോട്ട് ഇൻവോൾവ് ആണെന്ന് ഈ ഒരു സീരീസ് ഗംഭീരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ ഇവർ 3 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ, അതായത് ഈ ഒരു 2015 ശേഷം നടക്കുന്ന ആ ഒരു ഇവന്റ് ഉണ്ടല്ലോ, അതിൽ 3 ക്യാരക്ടേഴ്സിനെ കൊണ്ട് 3 10, 20, 25 വയസ്സുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ആദ്യമൊക്കെ കണ്ടപ്പോഴത്തേനും ഇവരെ എന്തിനാണ് ഈ ഒരു സീരീസിനകത്ത് കൊണ്ടുവച്ചേ എന്ന് തോന്നി. അങ്ങനെ ഒരു ഡൗൺ ആയി പോകുന്ന രീതിക്ക് കുറച്ച് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവച്ചെങ്കിലും പിന്നീട് ഫിനാലെയൊക്കെ ആകുമ്പോഴത്തേനും ഈ ക്യാരക്ടേഴ്സിനൊക്കെ കുറച്ചും കൂടെ എക്സ്പോഷർ കൊടുത്ത് ഫ്യൂച്ചർ പ്രോജക്ട്സിന് എന്തെങ്കിലുമൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഇവർക്ക് നൽകുവാൻ സാധിക്കും എന്നൊക്കെ പറയുന്ന രീതിക്ക് സീരീസ് കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1950s കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരാണ് ആക്ച്വലി ഈ ഒരു മൊണാർക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തന്നെ ഫൗണ്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ കൊടുത്തിരിക്കുന്ന എക്സ്പോഷർ വളരെ ഗംഭീരമായിട്ട് തോന്നി. അവരുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, വരാൻ പോകുന്ന മൂവീസിൽ അവർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 2017 ഇറങ്ങിയ കോങ്ക് സ്കൾ ഐലൻഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് ബിൽ റാൻഡ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറിന് ഈ ഒരു മൊണാർക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷനായിട്ട് മോൺസ്റ്റർ വേഴ്സ്
ആയിട്ടും എത്രമാത്രം ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ആ ഒരു ക്യാരക്ടർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ ഈ ഒരു സീരീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു ബിൽ റാൻഡ എന്ന് പറയുന്ന ക്യാരക്ടറിനെ മാത്രമേ നമുക്ക് ഈ ഒരു മോണാർക്ക് എന്ന സീരീസിലൂടെ മോൺസ്റ്റർവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ ആരും തന്നെ നമ്മൾ ഈ ഒരു സിനിമകളിലൂടെ ഒന്നും കണ്ടിട്ടില്ല. അപ്പം ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവെക്കുന്നുണ്ട്. അവർക്കൊക്കെ ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉണ്ട് എന്നുള്ള രീതിക്ക് സീരീസ് അവസാനിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഒരു ലീ ഷാ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പം ഈ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത് രണ്ട് രീതിക്കാണ്. ഒന്ന് 1950s അദ്ദേഹം വളരെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനൊരു ആക്ടറിനെ വേണം, അദ്ദേഹത്തിന് പ്രായമാകുമ്പോഴത്തേനും അഭിനയിക്കാൻ വേണ്ടി ഒരു ക്യാരക്ടറിനെ വേണം. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും അവതരിപ്പിച്ചത് കർട്ട് റസലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും കൂടെയാണ്. മകൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഈ രണ്ട് റസലുമാരും കൂടെ, അച്ഛനും മകനും കൂടെ ചേർന്നുകൊണ്ട് ആ ഒരു ലീ ഷാ എന്ന് പറയുന്ന ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ലൈഫ് അത് വേറെ ലെവലാണ്. കാരണം ഈ ഒരു സീരീസിൽ നമുക്ക് ഒരു വലിയ ആരാധന തോന്നിപ്പോകുന്ന ഒരു ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് ഈ ഒരു ലീ ഷാ മാറുന്നുണ്ട്. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടർ പോർട്രേൽ ഈ ഒരു സീരീസിനകത്ത് നടന്നിട്ടുണ്ട്. അച്ഛനും മകനും കൂടെ കയറി അഭിനയിച്ച് തകർത്തിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. കാരണം രണ്ടുപേരെ കാണാനും ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനോട് നമുക്കൊരു വല്ലാത്ത അറ്റാച്ച്മെന്റ് തോന്നും. അതുപോലെ തന്നെ കേക്കോ റാൻഡ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, ബിൽ റാൻഡ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നുണ്ട്. ഇവരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനും വേണ്ട രീതിക്കുള്ളൊരു എക്സ്പോഷർ ഈ ഒരു സീരീസ് കൊടുക്കുന്നുണ്ട്. മോൺസ്റ്റർവേഴ്സിനോട് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ പല ക്വസ്റ്റ്യൻസിനും ഈ ഒരു സീരീസ് ആൻസർ നൽകും. അതുപോലെ തന്നെ വരാൻ പോകുന്ന സിനിമകളിലേക്കും സീരീസിലേക്കും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസും ഈ ഒരു സീരീസ് തുറന്നു വെക്കുന്നുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് അവസാനിപ്പിക്കാനും കുറേ ക്വസ്റ്റ്യൻസ് തുടങ്ങി വെക്കുവാനും സാധിച്ച ഒരു ഗംഭീര ഐറ്റം കൂടെയാണ് മോണാർക്ക് ദി ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ മോൺസ്റ്റേഴ്സ് ഒന്നും ഇല്ലാന്ന് കരുതണ്ട, നമ്മുടെ ഗോഡ്സിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല മോൺസ്റ്റേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2018 ഇവൻസിനും 2014 ഇവൻസിനും ഇടയ്ക്കുള്ളൊരു സംഭവമാണ് മെയിനായിട്ടും ഈ ഒരു സീരീസിനകത്ത് നടക്കുന്നത്. ആ കാര്യം കൂടെ എല്ലാവരും ഒന്ന് മൈൻഡിലേക്ക് വെച്ചേക്കുക. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട് മോൺസ്റ്റർവേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക.